ഇന്നത്തെ എപ്പിസോഡിൽ എന്ത് പറഞ്ഞിട്ട് രേവതി സച്ചിനെ വിശ്വസിക്കാത്തത് കാണുമ്പോൾ സച്ചിക്ക് ആകെ വിഷമാവുകയാണ്. അപ്പോൾ സച്ചി കരഞ്ഞുകൊണ്ട് പറയും, ഞാൻ വിചാരിച്ചു നാട്ടുകാരൊക്കെ എന്നെ കല്ലെറിഞ്ഞാലും എൻ്റെ അച്ഛൻ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു. അച്ഛൻ എന്നെ വിശ്വസിച്ചില്ല, നീയെങ്കിലും എന്നെ വിശ്വസിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതൊക്കെ എൻ്റെ മനസ്സിൽ തെറ്റി. ഞാൻ ഇപ്പോൾ ഒരു മുഴു കുടിയനായി. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എന്നെ ആരും വിശ്വസിക്കേണ്ട, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. എന്നിട്ട് നേരെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് പറയും, അവരൊന്നും എന്നെ വിശ്വസിച്ചില്ല, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ ചോദിക്കുമ്പോൾ, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാടാ, കാരണം ഞങ്ങളൊന്ന് കള്ളു കുടിച്ച് വണ്ടി ഓടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നീ സമ്മതിക്കാറില്ല, നീ അങ്ങനെ ഒരിക്കലും ചെയ്യുന്നു ഞങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല എന്നങ്ങനെ പറയും. അപ്പോൾ സച്ചിന് പറയും, ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അറിയുന്നില്ല എന്നെ എന്താ ചെയ്യേണ്ടതെന്ന്, എന്നെ ആരോ ചതിച്ചതാ എന്നൊക്കെ എന്നെ പറയും കേട്ടോ. പിന്നെ രേവതി ആണെങ്കിൽ പൂ വിൽക്കാൻ വേണ്ടി കടകളിലേക്ക് പോകുമ്പോൾ അവിടെ ആൻ്റണി വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആൻ്റണി രേവതിനെ കാണുമ്പോൾ, ചേച്ചി ഇപ്പോൾ ചേച്ചിയുടെ ഭർത്താവൊക്കെ വൈറലാണല്ലോ, ഇനിയിപ്പോൾ എന്താ ഭർത്താവിന് കള്ളു കുടിക്കാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഈ പൂ വിൽക്കാൻ നടക്കണേ, ഇനിയിപ്പോൾ പൂവിറ്റ് കുടുംബം നോക്കണം, ഭർത്താവിന് കള്ളു കുടിക്കാൻ പൈസയും കൊടുക്കണം, ഭയങ്കര ചിലവാണല്ലേ എന്നൊക്കെ തന്നെ പറയും. അപ്പോൾ രേവതി പറയും, നീ എൻ്റെ സച്ചേറിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ വീണ്ടും ആൻ്റണി അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി ചെന്നിട്ട് ആൻ്റണിയുടെ കോളറിൽ കയറി പിടിക്കുകയാണ്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.